ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് താരങ്ങളായിട്ടുള്ള രാഹുൽ ത്രിപാഠി, രവിചന്ദ്രൻ അശ്വിൻ, അതുപോലെ ദീപക് ഹൂഡ, സാംകരൻ താരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ലേലത്തിൽ ടീം എത്തിച്ച താരമാണ് ഈ താരങ്ങളെല്ലാം. എന്നാൽ ഈ താരങ്ങളെ ചെന്നൈ സൂപ്പർ കിങ്സ് റിലീസ് ചെയ്തേക്കും, ഇവരെ നിലനിർത്തിയേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ നേരത്തെ രവിചന്ദ്രൻ അശ്വിനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ പോലത്തെ പല മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്കറിയാം ഈ ഒരു താരങ്ങൾക്കൊന്നും അത്ര മികച്ച പ്രകടനം, എസ്പെഷ്യലി രവിചന്ദ്രൻ അശ്വിനൊന്നും മികച്ച കളി പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ റോയൽസിന്റെ ഓണറായിട്ടുള്ള ജയ്ക്ക് ലക്ഷ്മഗ്രം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ജയ്ക്ക് ലക്ഷ്മഗ്രം ടീമിന്റെ ഈ കഴിഞ്ഞ IPL സീസണിലെ പ്രകടനത്തെ കുറിച്ച് അദ്ദേഹം ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം ഇതാണ്. ടീം കഴിഞ്ഞ ഈ ഒരു സീസണിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് ആയിരുന്നു ടീം വന്നത്. എന്നാൽ മികച്ച രീതിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. വളരെയധികം നിരാശയുണ്ട്. എന്നാൽ ടീമിന്റെ പോരായ്മകളും പേവുകളും എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇത് ദ്രാവിഡുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അടുത്ത സീസണിൽ ആരാധകർക്ക് ഞാൻ ഹോപ്പ് തരുന്നു. അടുത്ത സീസണിൽ മികച്ച പ്രകടനം ടീം പുറത്തെടുക്കും, മികച്ച താരങ്ങളെ ടീമിലെത്തിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ ടീം സെറ്റാണ്. ടീം എന്തായാലും അടുത്ത സീസണിൽ മികച്ച പ്രകടനം നടത്തി അടുത്ത വർഷം കിരീടം സ്വന്തമാക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഒരാളായിട്ടുള്ള ജയ്ക്ക് ലക്ഷ്മഗ്രം. നമുക്കറിയാം രാജസ്ഥാൻ റോയൽസ് ഈ ഒരു സീസണിൽ വളരെ വളരെ മോശം പ്രകടനമായിരുന്നു. പലതരത്തിലുള്ള വിമർശനങ്ങളും രാഹുൽ ദ്രാവിഡിനെതിരെ, മാനേജ്മെന്റിനെതിരെയൊക്കെ, സഞ്ജുവിനെതിരെയൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ജയ്ക്ക് ലക്ഷ്മഗ്രം പറഞ്ഞിരിക്കുകയാണ് ടീമിന്റെ പോരായ്മകളെല്ലാം കണ്ടെത്തി അടുത്ത സീസണിൽ വളരെ മികച്ച കംബാക്ക് നടത്തുമെന്നും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.